നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ചീരുവിനോടും കുടുംബത്തോടും മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ് സോനെ. ഇനിയുള്ള കാലം ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും പൊന്നുപോലെ നോക്കുകയും ചെയ്യും. ഇതൊക്കെ ആ വീട്ടുകാരോടൊന്നും സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുമോന്ന് സുശീല ആന്റിയോട് ചോദിക്കാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്ത് ചെയ്യാനാ, വിനേട്ടം വന്ന സമയം ശരിയായില്ല. വേറൊരു ദിവസം അമ്മയുണ്ടെന്ന് വിളിച്ചു വെച്ചിട്ട് വന്നാ മതി. ഉടുപ്പിയിൽ നിന്ന് അമ്മ എപ്പോ തിരിച്ചു വരുമെന്നാ സോനെ? ഉടുപ്പിയിലല്ല, അമ്മ ഗുരുവായൂർക്കാ പോയത്. ഓ ആ ഗുരുവായൂർ രണ്ടിടത്തും കൃഷ്ണനാണല്ലോ, അതുകൊണ്ട് മാറിപ്പോയതാ. അല്ല, ഗുരുവായൂർ അടുത്തല്ലേ? ഇന്ന് തന്നെ തിരിച്ചു വരുമായിരിക്കും അല്ലേ? ഇല്ല, നാളെ വാഗചാർത്ത് തൊഴുത് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൽ കൂടി തൊഴുതേ അമ്മ മടങ്ങും. ഓ, നാളെ രാത്രിയെങ്കിലും ആവും അമ്മ എത്താൻ. ആണോ? എന്നാ പിന്നെ ഞാൻ നാളെ കഴിഞ്ഞ് വരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. പുറത്ത് നല്ല ചൂടാ. അസുഖം വന്ന ശേഷം ഇതുവരെ ബൈക്ക് എടുത്ത് തുടങ്ങിയില്ല. ഇനിയൊന്ന് ശ്രമിച്ചു നോക്കണം. ശരി. ആ സോന, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാവോ? ബസ് സ്റ്റോപ്പ് വരെ നടക്കുമ്പോഴേക്കും തളരും. ചൂടുവെള്ളം മതിയോ അതോ? എന്തായാലും മതി. ഇയാളെന്ത് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് കുടിക്കാതെ പോയെ? വട്ട് കേസാന്ന് തോന്നുന്നു. ഏയ്, പേടിക്കണ്ട. ഞാൻ സോനയൊന്നും ചെയ്യില്ല. നിങ്ങൾ എന്തിനാ അകത്ത് കയറരുത്? ഞാൻ പറഞ്ഞില്ല സോനെ, എന്നെ കാണുമ്പോൾ പലരും ഇപ്പൊ അകത്ത് കയറി ഒളിച്ചിരിക്കുക. സുശീലാന്റി അങ്ങനെ ചെയ്തതാണോന്ന് അറിയാനാ ഞാൻ അകത്ത് കയറി നോക്കിയത്. ആന്റി ഇവിടെ ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സോറി സോനെ, നീ പേടിച്ചു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. മാവ പോട്ടെ ശ്യാമോളെ. അരുണേ, അല്ല വഴിയിൽ വെച്ച് വണ്ടിക്ക് വേറെ പ്രശ്നം ഉണ്ടായില്ലല്ലോ? ചെറിയൊരു പിടുത്തമുണ്ടായിരുന്നു. പക്ഷെ പാസഞ്ചേഴ്സിനൊന്നും മനസ്സിലായില്ല. ഒരുവിധം ഇവിടം വരെ എത്തിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. താങ്ക്സ്. വണ്ടി വഴിയിൽ കിടന്നെങ്കിൽ ട്രിപ്പ് പോയവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായേനെ. പിന്നെ നല്ലൊരു പാർട്ടിയെ ട്രാവൽസിന് നഷ്ടപ്പെടുകയും ചെയ്തേനെ. ഇതിപ്പോ അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ. എന്നാ പിന്നെ അരുണ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. രാത്രി ഓട്ടോ ഉള്ളതല്ലേ? ശരി. ഹലോ, സത്യന.
അവിടുന്ന് ഒരു പയ്യനെ ഇങ്ങോട്ട് അയക്കണമല്ലോ ഏട്ടാ. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ചാവി ഓഫീസിൽ നിന്ന് വാങ്ങിക്കാൻ പറ. പിന്നെ വണ്ടി ഒരു 6 മണിക്കകത്ത് പണി തീർത്ത് ഇറക്കണം. ഇന്ന് രാത്രി ട്രിപ്പ് ഉള്ളതാണ്. ആ ശരി ഏട്ടാ, ഓക്കെ. എന്താ പിന്നെ ഈ വഴിക്കൊക്കെ? ഏയ് ചുമ്മാ. ട്രാവൽസും പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു സത്യ? ആ കുഴപ്പമില്ല. ഞാൻ സത്യനെ തിരക്കി വീട്ടിൽ പോയിട്ടാ വരുന്നത്. നീ ടെൻഷനാവൊന്നും വേണ്ട. ഞാൻ നിന്നോട് കടം ചോദിക്കാൻ വന്നോന്നല്ല സത്യ, ചെറിയൊരു റിക്വസ്റ്റ് ആയിട്ട് വന്നതാ. എന്ത് റിക്വസ്റ്റ്? ചീരു എനിക്കെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്തതും അതിനിടയിൽ അവള് വീണ്ടും പ്രഗ്നന്റ് ആയതൊക്കെ നീ അറിഞ്ഞാണല്ലോ. ഞാൻ അറിയുന്നതിന് മുമ്പ് അതൊക്കെ നീ അറിഞ്ഞാണോന്ന് എനിക്കറിയാം. അല്ല, ചീരു വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ ഞാൻ ജയിലിലായിരുന്നേ. അതുപോലെ അവൾ അബോർഷൻ ചെയ്യാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാ എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കാര്യം പോലും ഞാൻ അറിയുന്നത്. പക്ഷേ നിന്റെ അമ്മയ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയായിരുന്നു. അപ്പൊ പിന്നെ നീയും അറിയാതിരിക്കില്ലല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നുമില്ല. എടാ വിനയ, നീ തോട്ടിയിടാൻ വേണ്ടി വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ഇപ്പൊ അതിനൊന്നും സമയമില്ല, താല്പര്യമില്ല. നീ നിനക്ക് മുട്ടാൻ പറ്റിയ വേറെ ആരെങ്കിലും നോക്ക്. കഷ്ടം. നിനക്ക് ഇങ്ങേറി വരാനുള്ള സമയം. അതെങ്ങനെയാടാ? എന്റെ ഭാര്യയ്ക്ക് നീയല്ലാതെ വേറെ കാമുകന്മാരുണ്ടോ? ഇല്ല സത്യ, ഉണ്ടെന്ന് നീ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ചീരു അത്രക്ക് മോശക്കാരിയൊന്നുമല്ല, ഒരുപാട് നന്മകളുള്ളവളാ. സ്നേഹിച്ചാൽ കരള് പറിച്ചു കൊടുക്കുന്നവൾ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ അവൾ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ നീയാ കൂടെ കൂടെ ചീരുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അവളുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരുന്നത്. വിനയ, ഇനിയും നീ ഇവിടെ നിന്ന് തോന്നിവാസം വിളിച്ച് പറഞ്ഞോ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. തല്ലിക്കോ, നീ എന്നെ തല്ലിക്കോ സത്യ. പലരും കൈവച്ച് പദം വന്ന തടിയാ. പക്ഷെ തല്ലിയ കൊന്നേക്കണം. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും എന്റെ ഭാര്യയും മക്കളെയും ചോദിച്ചുകൊണ്ട് നിന്റെ അടുത്തേക്ക് തന്നെ വരും. എടാ, നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞാൻ പോക്കലിട്ട് നടക്കുവാണോ? ചീരു നിനക്കെതിരെ കേസ് കൊടുത്തെങ്കിൽ നീ അത് കോടതി പോയി വാദിക്ക്. അല്ലാതെ നീ എന്റെ മുന്നിൽ വന്ന് കുറച്ചിട്ട് എന്ത് കാര്യമുള്ളേ? കോടതിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടില്ല സത്യ. പക്ഷെ എനിക്ക് നീതി വാങ്ങിച്ചു തരാൻ നിനക്ക് പറ്റും. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എന്നോട് കരുണ കാണിക്കണം. താൻ എന്തൊക്കെയാ കാണിക്കുന്നേ? തനിക്ക് വേണ്ടി ഞാൻ എന്തിനാണെന്നോ താൻ പറയുന്നേ? വേറെ ഒന്നും വേണ്ട സത്യ. നീ എനിക്ക് വേണ്ടി ചീരുവിനോടൊന്ന് സംസാരിക്കണം. ചീരുവിന്റെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞ് ജനിക്കുന്നവരെങ്കിലും അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യരുത്. നീ പറഞ്ഞ ചീരു അനുസരിക്കുന്ന സത്യ. അവക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് അവൾ വേണ ഡിവോഴ്സ് ചെയ്തോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. ഈ കാര്യം മാത്രം നീ അവളെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി. നടക്കില്ല വിനയ. ഇതൊന്നും നീ പറയിപ്പിക്കേണ്ടത് എന്നെ കൊണ്ടല്ല, നിനക്ക് അച്ഛനും അമ്മയും അമ്മാവനെ കൊണ്ടല്ലോ. അവര് പോയി ചീരുന്റെ അച്ഛനോട് സംസാരിക്കട്ടെ. അല്ലാതെ എനിക്കിതിൽ എന്താ ഇപ്പൊ റോൾ ഉള്ളത്? ഛേ, നിനക്ക് ഒരു റോളും ഇല്ല അല്ലേ? ചീരുവിന്റെ ലൈഫിൽ എന്നേക്കാൾ വലിയ റോള് നിനക്കുണ്ടെന്ന് എനിക്കറിയടാ. നിനക്ക് അവളെ ജീവിതകാലം മുഴുവൻ ഒരു സൈഡിൽ നിർത്തിയിരിക്കണം. അതുകൊണ്ട് കേടാ നീ അവളെ എനിക്ക് വിട്ടുതരാത്തത്. ഹലോ, ചുമ്മാ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ വേറെ വഴിക്ക് പോകാൻ നോക്ക് വിനയ, അതാ നിനക്ക് നല്ലത്. എനിക്ക് വഴി പറഞ്ഞിട്ടാ നീ ആരടാ? ഞങ്ങളെ പല വകുപ്പിലും ബന്ധുക്കളാ. അതുകൊണ്ട് തന്നെ പല ഇടപാടുകളും ഞങ്ങൾ തമ്മിലുണ്ടാവും.
അത് നീ നോക്കേണ്ട ആവശ്യമില്ല. അല്ല സത്യ? ഹാ, ഡാ, ഇറങ്ങി പോടാ. ഭ്രാന്ത് പറയാതെ വിട്ടു പോകാൻ നോക്ക്. മനസ്സിലായടാ, മനസ്സിലായി. ഇപ്പോ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി ചീരുവിനോട് നീ സംസാരിക്കാത്തത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത നീ ആയതുകൊണ്ടല്ലടാ. നിന്നെ ഞാൻ- ഇറങ്ങി പോടാ. പോവാൻ. പോ പുറത്തേക്ക്. പോടാ. നടക്കുകൊണ്ട് ഇനി നീ ഇവിടെ നിന്ന് ആള് കളിച്ച നിന്നെ കൊല്ലും. ഇറങ്ങി പോടാ. പോകട്ടെ. മേലി വഴിക്ക് കണ്ടുപോകരുത്. നീ ആരടാ? സ്വന്തം ഭാര്യ വഴിയൊക്കെ നോക്കാൻ കാല് പറ്റാതെ നീ കെട്ടി ഇവിടെ പൊളയ്ക്കുന്നേ. പോടാ. മതി സത്യ, വാ. അവനെ പോടാ. വാ സത്യ, മതി, വാ. ഓൻ നോക്കി പേടിപ്പിക്കുന്നു. വാ. വിളിച്ചാമേ. മതിയെന്ന് സത്യ. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും പോയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോയത് ശബരിയുടെ വീട്ടിലാണ്.